ഇപ്പം കൈത്തിട്ടിട്ട് ഒരുവിധം എന്താ പറയുക, ഒരുവിധമല്ല നല്ലോണം ഉണങ്ങി കണ്ടില്ലേ. അപ്പം ഞാൻ മസാജൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാനിപ്പോൾ അത് ഒരു മസാജ് കൊടുക്കുകയാണേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിനിറ്റിൻ്റെ ഒരു മസാജ് ആട്ടോ കൊടുത്ത്, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊരു 5 മിനിറ്റ് വരെ മസാജ് കൊടുത്ത് ശരീരം മൊത്തം തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് വരെ മസാജ് കൊടുത്തിട്ട് കഴുകിക്കളഞ്ഞാൽ ആ ടാൻ പൂർണ്ണമായും ഫസ്റ്റ് യൂസിൽ തന്നെ മാറും കേട്ടോ. കണ്ടോ കൈ വ്യത്യാസം, നല്ല അടിപൊളിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. 2 കൈയും തമ്മിൽ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ പാക്ക്. ഇത് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഒരാഴ്ചത്തേക്ക് ഒരു കേടും പറ്റില്ല. നല്ല അടിപൊളി റിസൾട്ട് തരുന്നതാണ്. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ്. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കണം. മുഖം വെളുക്കണതിൻ്റെ ഒക്കെ കൂടെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പാടുകളെല്ലാം മാറ്റി നല്ലൊരു ഹെൽത്തി സ്കിൻ തരാൻ പറ്റിയ നല്ലൊരു പാക്കാണ് ഈ സാധനം. നമുക്ക് എന്താ പറയുക, ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരാഴ്ചത്തേക്ക് വരെ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കഴുത്തിലും കയ്യിലും കാലിലും മുഖത്തും ശരീരത്തും മൊത്തം കുളിക്കുമ്പോഴൊക്കെ തേക്കാം. ടാൻ പൂർണ്ണമായും മാറ്റിത്തരും ഫസ്റ്റ് യൂസിൽ തന്നെ. പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, നമ്മുടെ ആക്നെ മാർക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ, ഇതൊക്കെ മാറാൻ പറ്റിയ എല്ലാ ഇൻഗ്രീഡിയൻസ്, കുറച്ച് ഐറ്റംസ് വേണം ഇതിലേക്ക്. നമുക്കിത് ഉണ്ടാക്കി വെക്കുക കാരണം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്ത് ഉപയോഗിക്കാനും പറ്റും. ഇത് ഉണ്ടാക്കി നമ്മൾ പൊടിച്ച് എടുത്ത് വെക്കണം. അതിന് ശേഷം പിന്നെ അതിനെ നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്, കുറുക്കി നമുക്കിത് ഉപയോഗിക്കണം. പക്ഷേ അത്ര പണി എടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് റിസൾട്ട് തരുന്ന ഒരു സാധനമാണിത്. നമുക്ക് പൊടിച്ച് വെച്ചാൽ പണിയില്ലല്ലോ, പിന്നെ കുറുക്കി എടുക്കുകയല്ലേ വേണ്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമുക്ക് മുഖത്ത് തേക്കേ വേണ്ടുള്ളൂ. നല്ല അടിപൊളി റിസൾട്ടാണ്. ഞാൻ ഒരുപാട് ഉപയോഗിച്ചതാണ്, അതുകൊണ്ട് എത്രയും പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച്, എൻ്റെ പേര് ദീപ എന്നാണ്. ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടൊന്ന് തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് നമ്മുടെ 5ാമത്തെ ഡേ ആണ് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പൗഡർ വെച്ചിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് 5ാമത്തെ ദിവസത്തെ. ഇതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് നിറച്ചുണ്ടാക്കി വെച്ചതാണ് ഞാൻ, കഴിഞ്ഞു. പ്രോട്ടീൻ പൗഡറാണ്. ഇതിൽ നമ്മുടെ ഉഴുന്നുണ്ട്, എല്ലാം ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വെക്കണതാണ് ഞാൻ സ്കിൻ കെയറിനും ഉപയോഗിക്കും, പ്രോട്ടീൻ പൗഡറായിട്ട് കഴിക്കാനും ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നമ്മുടെ ഉഴുന്ന്, നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ അതുണ്ട്, അതുപോലെ തന്നെ ചെറുപയർ അതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബദാമുണ്ട്. ബദാമൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 8-10 ബദാം, ഒരു 8-10 നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മുടെ കടലയുണ്ടല്ലോ, കടല, ഇങ്ങനെ കുറച്ച് ഇത്രയും ഐറ്റംസ്, പിന്നെ റാഗി, ഇത്രയൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് പൊടിച്ച് വെക്കും. പൊടിച്ച് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഒരു നേരത്തെ ആഹാരം വെറും വെള്ളത്തിൽ ഞാനിത് കുറുക്കി കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നമ്മുടെ ചെറുപയറുണ്ട്, ഉഴുന്നുണ്ട്, കടലയുണ്ട്, ബദാമുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റാഗിയുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും ഐറ്റംസ് വെച്ച് ഞാൻ പൊടിച്ച് വെക്കുന്നതാണ്. ഇന്ന് ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു പാത്രം വേറെ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ ധാരാളമാണ് നമുക്ക് കേട്ടോ നമ്മുടെ മുഖത്തേക്ക്. കാരണം ഇത് കുറുക്കുമ്പോൾ കുറച്ചുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മുടെ പാല് ഒഴിച്ച് കൊടുക്കുക. മൊത്തം പാലല്ല കേട്ടോ, ഞാൻ പാക്കറ്റിൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടായിരുന്നു. മൊത്തം പാലായി കഴിഞ്ഞ് പറഞ്ഞാൽ ഭയങ്കര ഓയിലിയാവും. അതുകൊണ്ട് തന്നെ 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. സ്കിൻ നല്ല കളർ വരാൻ സഹായിക്കും. ഇത് നമ്മൾ ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പിമ്പിൾസ് വന്ന മാർക്സ് ഉണ്ടല്ലോ, പിമ്പിൾസ് മാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വന്ന കരിമംഗല്യത്തിൻ്റെ പാടുകൾ, മുഖത്തുള്ള കറുപ്പ് കളറിലുള്ള ചിലർക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു ഡോട്ട് പോലെ എന്തോ ഒരു ഇത് വരും. അങ്ങനെ ഉള്ള ആ പ്രശ്നങ്ങൾ, മുഖം നല്ല ക്ലിയർ ആവും, നല്ലൊരു ഹെൽത്തി സ്കിന്നാവും. എന്ന് വെച്ച് പറഞ്ഞാൽ വെളുക്കില്ലേ ചോദിച്ചാൽ വെളുക്കുകയും ചെയ്യും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ. കാരണം ഇതിൽ അത്രയും ഐറ്റംസ് ഉള്ളതെല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഇനിയും പറയണമെന്ന് വെച്ചാൽ ഇനിയും പറയാം. ചെറുപയർ, ഉഴുന്ന്, റാഗി, കടല, നമ്മുടെ ബദാം, അണ്ടിപ്പരിപ്പ്, ഈ വക സാധനങ്ങൾ. അതുമാതിരി തന്നെ നമ്മൾ പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പ്, അതുകൊണ്ട് ഞാൻ എല്ലാം ഇടും കേട്ടോ. കടലപ്പരിപ്പ് ഇടും, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ സാമ്പാർ പരിപ്പില്ലേ അതിടും. അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഒന്ന് ഇതാക്കി വെക്കുന്നതാണ്. ഇത് ഞാൻ ഇടയ്ക്ക് എൻ്റെ മുഖത്ത് ഉപയോഗിക്കും. പച്ചവെള്ളത്തിൽ കുറുക്കി കൂള് പോലെ നമ്മൾ കഴിക്കുമല്ലോ കുറുക്കിയിട്ട്, ആ സമയത്ത് ഞാൻ മുഖത്തും കൂടി തേക്കും. അങ്ങനെയുള്ള പ്രാന്തുകളൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. പ്രാന്ത് കാണിക്കണതല്ല, പാല് ഇതിലിട്ടുന്നേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. കാരണം അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ്. ഞാൻ എപ്പോഴും പൊടിച്ച് വയ്ക്കും, എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത്. അല്ലാതെ എക്സ്ട്രാ റാഗിപ്പൊടി ഞാൻ വാങ്ങി വയ്ക്കും. ചില സമയത്ത് എനിക്ക് ഈ കുറുക്കിൻ്റെ കൂടെ കുറച്ചും കൂടി റാഗി കൂടുതൽ വേണം പറഞ്ഞു തോന്നി ഞാൻ കുറച്ചും കൂടി റാഗിയിട്ട് കുറുക്കി കഴിക്കും. നമ്മുടെ വയറ് നിറയും. അതിൻ്റെ ഒപ്പം സ്കിന്നും കൂടി ഞാൻ നോക്കും. അപ്പോൾ അത്ര നല്ല അടിപൊളി ആയതുകൊണ്ടാണ് ഇത്രയും ഞാൻ വിവരിച്ച് പറയണത്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. തിളയ്ക്കുമ്പോഴേക്കും കൂടെ കുറുകി വരും കേട്ടോ. ഉണ്ട്, തിള വന്നു ചെറുതായിട്ട് ഇങ്ങനെ കുറുകാൻ തുടങ്ങി. ആ സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരുന്നു പറഞ്ഞ് നമുക്ക് പിന്നെ എക്സ്ട്രാ പാലൊഴിക്കുക, തൈര് ഒഴിച്ച് ഇതാക്കുക ഒന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിന് സ്കിന്നിന് എടുക്കാൻ പാകത്തിന് കുറുക്കി എടുത്താൽ മതി. വെറും 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിലേക്ക് പൊടി എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ കണ്ടു ശരിക്കുണ്ട് നമ്മൾ പാൽ ഒഴിച്ച് കുറുകുമ്പോൾ. ഈ പരുവത്തിൽ നമുക്ക് നിർത്താം. തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. നല്ലപോലെ കുറുകി വന്നു. ഇത് നമ്മുടെ ശരീരം മൊത്തം തേച്ച് കൊണ്ട് പറഞ്ഞാൽ ഫസ്റ്റ് യൂസിൽ തന്നെ ടാന് പൂർണ്ണമായും മാറും. ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ഓരോ സ്കിന്നിൽ വന്ന പാടുകളും മാർക്സുകളും ആക്നെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം മാറും കേട്ടോ. അപ്പം ഇതൊന്ന് ചൂടാറട്ടെ. ഇപ്പം ഇത് തണുക്കാൻ വെച്ചിട്ട് തണുത്തു കേട്ടോ. നമുക്ക് ഒരു ബൗളെടുക്കാം. ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പാക്ക് എടുക്കുക. ബാക്കിയുള്ളതൊരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാനും അത് കുളിക്കുന്ന സമയത്ത് ശരീരം മൊത്തം ഇത് തേച്ച് കുളിക്കാനൊക്കെ നല്ലതാണ്. അല്ല നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം വെച്ചാൽ കഴിക്കുകയും ചെയ്യുക. അത്രയും നല്ല സാധനമാണ്. ഇനി ഇതിൽ എന്ത് സാധനം ഇനി നമുക്ക് എക്സ്ട്രാ ഇതിൽ എന്താ ചേർക്കേണ്ടത് നമുക്ക് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല, മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 2 പിഞ്ച്, ഇത്രയും മതി. ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി. നല്ല സ്കിൻ വൈറ്റനിങ് പാക്കാണ്. മുഖത്തുള്ള എല്ലാ പാടുകളും പ്രശ്നങ്ങളും മാറാൻ നമുക്ക് ഈ ഒരൊറ്റ പാക്ക് മതി. പിന്നെ മഞ്ഞളിട്ടുകൊണ്ട് മഞ്ഞ കളർ പിടിക്കുമെന്ന് വിചാരിക്കേണ്ട. ഒരു മഞ്ഞ കളർ നമ്മുടെ മുഖത്ത് പിടിക്കില്ല. 2 പിഞ്ചാണ് ആകെ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഏത് സ്കിന്നിലേക്ക് ഏത് മഞ്ഞളാണോ ഉപയോഗിക്കാറ് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മഞ്ഞൾ പറ്റാത്തൊരു മഞ്ഞൾ ഉപയോഗിക്കേണ്ട. അല്ലാതെ തന്നെ നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, നമുക്ക് കുറച്ച് സാധനം ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ആദ്യം ഇതൊരു മസാജ് കൊടുക്കുക, അതിൻ്റെ ഒപ്പം സംസാരിക്കുക. അല്ലച്ചാൽ സംസാരം കഴിഞ്ഞ് പിന്നെ മസാജൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ആവും. അതുകൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ചെറുപയർ നമ്മൾ ചെറുപ്പം തൊട്ടേ കുഞ്ഞ് മക്കൾക്ക് വരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചെറുപയർ. സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവാനും സ്കിൻ നല്ലൊരു തിളക്കം നൽകാനും കളർ വരാനൊക്കെ സഹായിക്കുന്നതാണ് ചെറുപയർ. അതുപോലെ തന്നെയാണ് നമ്മുടെ കടലി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒരു ഗ്ലോ തരാൻ സഹായിക്കും. ഈ വക സാധനങ്ങൾ നമ്മൾ പൊടിച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് സ്കിൻ വൈറ്റനിങ്ങിന്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള പാടുകൾ മൊത്തം മാറാനൊക്കെ നല്ലപോലെ സഹായിക്കണതാണ് കേട്ടോ ഉഴുന്നിൻ്റെ പാക്ക് ഞാൻ ഉപയോഗിച്ചതിനും ഇത് യൂട്യൂബിലിട്ടാലും ഒരു കയ്യും കണക്കുമില്ല. അത്രയ്ക്ക് ഞാൻ ഉഴുന്നിൻ്റെ പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കും ഞാൻ, അല്ലെങ്കിൽ പച്ചമണം വരുള്ളൂ, അതുകൊണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് പ്രോട്ടീൻ പൗഡറായിട്ട് ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് മുഖത്ത് പാക്കിന് വേണ്ടി മാത്രമാണെന്നുണ്ട് വെച്ചാൽ പച്ചയ്ക്കാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ബദാം, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇടുക. ഇല്ല എന്നുണ്ടെച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇത്രയും ഐറ്റംസ് ഇതിലിടുന്നുണ്ട്. നമ്മുടെ റാഗി സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. റാഗി സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നതിനൊപ്പം തന്നെ മുഖത്തെ പാടുകളൊക്കെ മാറും. റാഗി ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. റാഗി ഇതിൻ്റെ കൂടെ നമ്മൾ എല്ലാം കുറച്ച് എല്ലാം നമ്മൾ ചെറിയൊരു ബൗളിൽ ഇങ്ങനെ കുറച്ച് എടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി അങ്ങോട്ട് പൊടിച്ച് വയ്ക്കുക. പൊടിച്ച് വെച്ചു പറഞ്ഞാൽ
നമുക്കത് കേട് വരുന്നുള്ളൊരിതും ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു മാസം വരെ അതൊരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാനത് അങ്ങനെ ഉപയോഗിച്ച് വരുന്നതാണ് കുറേ കാലമായിട്ട്. പിന്നെ നമ്മൾ പാലോ വെള്ളമോ എന്താ ഒഴിച്ച് കുറുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറുക്കി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ നമുക്ക് ഇനിയിപ്പോൾ, കാരണം പാലിൽ കുറുക്കിയ കാരണം കൊണ്ട് തന്നെ ഞാനിതിൽ ഓയിലൊന്നും ഒഴിച്ചില്ല. വിറ്റാമിൻ ഇയുടെ ഒരെണ്ണം പൊട്ടിച്ച് അതിലത്തെ ഓയിൽ ഒഴിക്കുകയെ അല്ലിച്ച എന്താ വേറെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, എന്താ വെർജിൻ കോക്കനട്ട് ഓയിൽ, നിങ്ങൾ ഏതാ ഉപയോഗിക്കാറെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു 1/4 സ്പൂൺ ഒഴിച്ച്, പച്ചവെള്ളത്തിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അതൊരു 1/4 സ്പൂൺ ഒഴിച്ച് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ഞാൻ പല വിധത്തിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അത്രയും നല്ല റിസൾട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ മുഖത്തിട്ട് ഒരു മസാജ് കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതുണ്ട്, ഇത്ര നല്ല അടിപൊളിയാണേ. ഉണ്ട്, നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗ്ലോ നമുക്ക് മുഖത്ത് അപ്പം തന്നെ അറിയും. അത്രയ്ക്ക് നല്ലതാണ്. ഞാനിപ്പോൾ ഇതാ കഴുത്തിലും കൂടി ഒരു മസാജ് കൊടുക്കുകയാണ്. അപ്പോൾ കഴുത്തിലും മുഖത്ത് നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നല്ല കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള നമ്മൾ വെറും 2 ടേബിൾ സ്പൂൺ മാത്രമാണ് നമ്മൾ ഈ പൊടി എടുത്ത് കുറുക്കിയത്. ബാക്കിയുള്ളത് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ അടുത്ത ദിവസവും നമുക്കിത് കുളിക്കുന്ന സമയത്ത് മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ തേച്ചിട്ട് നിങ്ങളങ്ങോട്ട് കുളിച്ചാൽ അവിടുത്തെ നമ്മുടെ കഴുത്തെത്തെയും കയ്യത്തെയും കാലത്തെയൊക്കെ ടാന് മാറി കിട്ടും കേട്ടോ. ഞാനിത് കണ്ണിനടിയിലൊക്കെ ഇടാറുണ്ടേ. ഞാനിപ്പോൾ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കത് നമ്മുടെ കഴുത്തിലും കൂടി ഒന്ന് കട്ടിക്കിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബാക്കി ഇതിൽ ഞാനിപ്പോൾ എടുത്തതിൽ ബൗളിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ കയ്യിലിട്ട് കൊടുക്കുകയാണ്. കയ്യിൽ ഞാൻ ഇപ്പം മസാജ് ചെയ്യണില്ല, കഴുകണ സമയത്ത് നമുക്ക് മസാജ് ചെയ്യാം. കയ്യിൽ നമുക്കിത് കട്ടിക്കൊന്ന് ഇട്ട് കൊടുക്കുക. കയ്യിൽ ഞാൻ ഇത്തിരി കട്ടിക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യെത്തി മുഖത്തെത്തി ഒന്ന് ഉണങ്ങട്ടെ. ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. ഇപ്പം ഞാൻ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നല്ലപോലെ ഉണങ്ങി. ഇനി ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്കിൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ടാണിത്. നമ്മുടെ കയ്യിൻ്റെ വ്യത്യാസം വരെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖവും നല്ല അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് പൊടിച്ച് എടുത്തു വെച്ചാൽ മാത്രം മതി. നമുക്ക് ഡെയിലി ഇത് ഉപയോഗിക്കുക. സ്കിന്നിലെ പ്രോബ്ലങ്ങളെല്ലാം മാറി നല്ല ഹെൽത്തി സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരൊറ്റ സാധനം മതി. പൊടിച്ച് നിങ്ങൾ എടുത്ത് വയ്ക്കുക, കുറുക്കി ഒരാഴ്ചത്തേക്കുള്ള എടുത്ത് വയ്ക്കുക, ഉപയോഗിക്കുക. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ എന്നും നല്ല തിളക്കത്തോടു കൂടി ഇരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.